Hi students, so welcome to our session. So ഇന്ന് നമ്മൾ ഈ വീഡിയോയില് നമ്മൾ NGO എൻവയോൺമെന്റ് എന്നുള്ള യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് യൂണിറ്റ് 1 എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മുടെ യൂണിറ്റ് 2 ആണ്, ദാറ്റ് ഈസ് NGO എൻവയോൺമെന്റ് ആണ്. സോ യൂണിറ്റ് 1 നമ്മൾ എന്താണ് NGO എന്നും അതിന്റെ കുറച്ച് ഡെഫിനേഷൻസും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ് NGO എന്നും അതിന്റെ ഒരു ഐഡിയ എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു യൂണിറ്റ് ഞാൻ പാർട്ട് 1 and 2 ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ NGO എൻവയോൺമെന്റ് എന്താണ്? സോ നമുക്ക് NGO എന്താന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? സോ ആ ഒരു NGOന്റെ എൻവയോൺമെന്റ് എന്താണ്? അതായത് ഒരു ഓർഗനൈസേഷൻ എന്തായാലും ഒരു ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് അല്ലെ? സോ അത് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ലെസന്റെ ലേണിംഗ് ഔട്ട്കംസ് അല്ലെങ്കിൽ ഈ ഒരു ലെസൺ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ ത്രെറ്റ്സ് എന്താ എന്നുള്ളതും ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറിയാലേ, എന്താണെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിലെ ചുറ്റും നമുക്ക് ഒരുപാട് ത്രെറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാവും. സോ അത് എല്ലാം നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ അതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യണം, ത്രെറ്റ്സ് ആണെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. സോ അതെല്ലാം ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എൻവയോൺമെന്റൽ ടാക്സോണമീസ് ഉണ്ട്, അതായത് മൈക്രോ എൻവയോൺമെന്റ്, മാക്രോ എൻവയോൺമെന്റ്, റിലവന്റ് എൻവയോൺമെന്റ്, അങ്ങനെ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പിന്നെ നമ്മൾ ഒരു മെഗാ എൻവയോൺമെന്റ് അതുപോലെ മൈക്രോ എൻവയോൺമെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പല രീതിയിലുള്ള എൻവയോൺമെന്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടില് ആണ് അല്ലെ? അതായത് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു എൻവയോൺമെന്റിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് എൻവയോൺമെന്റ്സ് ഉണ്ട്. അതായത് മൈക്രോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അടുത്ത് നിൽക്കുന്ന എൻവയോൺമെന്റ് ആവും. അങ്ങനെ നമുക്ക് ഒരുപാട് ദൂരെ, അതായത് നമ്മളെ ഒരു വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, ചെറിയ രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം വരുന്നതാണ് ഈ പല രീതിയിലുള്ള ടേംസിൽ മൈക്രോ, മെഗാ, മാക്രോ എൻവയോൺമെന്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ഈ ത്രെട്ടും ഓപ്പർച്യൂണിറ്റീസും അതെല്ലാം എങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്നത്, അതിന്റെ എല്ലാം ഇമ്പാക്ട് എന്താണ്, ഇതെല്ലാം അറിഞ്ഞ് അത് ആ ത്രെട്സും ഓപ്പർച്യൂണിറ്റീസും മെഷർ ചെയ്യാൻ നമുക്ക് കുറച്ച് മെട്രീസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ മെട്രിക്സ് എന്നൊക്കെ പറയില്ലേ? സോ അങ്ങനെ കുറച്ച് മെട്രീസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് അതിന്റെ ത്രെട്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ടൊക്കെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നത്. സോ ആ ഒരു മെട്രീസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെസ്റ്റൽ ഫ്രെയിംവർക്ക് ഉണ്ട്, അതായത് പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് അതിന്റെ എല്ലാമാണ് ഈ പെസ്റ്റിൽ എന്ന് പറയുന്നത്. അതായത് പല രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ? സോ അതിന്റെ ആ ഒരു അബ്രവേറ്റഡ് ഫോം ആണ് ഈ ഒരു പെസ്റ്റിൽ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ അത് എങ്ങനെയാണ്, അതിന്റെ ആ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, അതുപോലെ അതിൽ ഈ NGOസിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെന്റൽ ഫോഴ്സസ്, ഇതിനെയാണ് ആ പെസ്റ്റിലിന്റെ ഫുൾ ഫോം ഇതാണ് കേട്ടോ. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് തന്നെ അതിനെ അബ്രവേറ്റഡ് ഫോമിൽ പറഞ്ഞതാണ് പെസ്റ്റിൽ എന്ന്. സോ ഇതിന്റെ എല്ലാം ആ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഇതെല്ലാം അല്ലെ, നമ്മുടെ ഓർഗനൈസേഷൻ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവുക, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവുക, ലീഗൽ ഫാക്ടേഴ്സ് ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം എങ്ങനെയൊക്കെ അതിനെ എഫക്ട് ചെയ്യുന്നു, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് എന്തൊക്കെയാണ് ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നതെന്ന് അറിയാനാണ് ഒരു ലെക്ചർ റോഡ് മാപ്പ് ഉണ്ട്. അതായത് ആദ്യത്തെ പോർഷനിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷനും കുറച്ച് ഡെഫിനീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ടാക്സോണമി ആൻഡ് കോൺസ്റ്റുവൻസ് ആണ്, അതായത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് അല്ലെ, മെഗാ എൻവയോൺമെന്റ്, മാക്രോ എൻവയോൺമെന്റ്, അങ്ങനെയുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയാണ് ടാക്സോണമി ആൻഡ് കോൺസ്റ്റുവൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇമ്പാക്ട് അസസ് ചെയ്യലാണ്, അതായത് ത്രെറ്റ്സും ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മെഷർ ചെയ്ത് അതിന്റെ ഇമ്പാക്ട്സ് ഉണ്ട് എത്രത്തോളം ആണ്, ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യാം, ത്രെറ്റ്സ് ഒക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ആ പെസ്റ്റൽ ഫ്രെയിംവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. സോ നമുക്കറിയാലേ, ഒരു ഓർഗനൈസേഷനും ഒരു വാക്വം അല്ലെ, വാക്വം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ശൂന്യമായിട്ടുള്ള ഒരു ഇതിലല്ല അത് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതായത് പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പുള്ള ഒരു സ്ഥാപനമല്ല ഒരു ഓർഗനൈസേഷൻ.
സോ അത് ഒറ്റയ്ക്ക് ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ ഒരു എൻവയോൺമെന്റിലാണ് ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നോ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് ഇൻ എ വാക്വം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. അതിനെ ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഓർഗനൈസേഷന് ചുറ്റും ഒരുപാട് എൻവയോൺമെന്റ്സ് വരുന്നുണ്ട്. സോ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളും ആണ് ഈ ഓർഗനൈസേഷന്റെ എക്സിസ്റ്റൻസിന് തന്നെ കാരണമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആ ഒരു എൻവയോൺമെന്റിൽ വരുന്നുണ്ട്. സോ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിക്ക് മിഷൻ വിഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ, നമ്മുടെ കമ്പനിയുടെ എയിംസ് ഒബ്ജക്റ്റീവ്സ്, മിഷൻ വിഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിന്റെ ബേസിസിലാണ്, ഈ ഒരു എൻവയോൺമെന്റിനെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു ടോപ്പ് ലെവലിലുള്ള ആ ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഒരു കമ്പനിയുടെ മിഷനും വിഷനും അതുപോലെ സ്ട്രാറ്റജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ എൻവയോൺമെന്റിനെ എല്ലാം അനലൈസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഒക്കെ അനലൈസ് ചെയ്ത് അതിന്റെ നമ്മുടെ കമ്പനീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ കമ്പനിയുടെ ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിലും നമുക്ക് വെറുതെ അങ്ങ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അല്ലെ. സോ നല്ല രീതിയിൽ നമ്മുടെ എൻവയോൺമെന്റ് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. സോ ഒരു ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ആ എൻവയോൺമെന്റ് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ എൻവയോൺമെന്റൽ ഡെഫിനീഷൻസ് നമുക്ക് നോക്കാം. സോ കോട്ട്ലർ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡെഫിനീഷൻസ്, അതായത് എൻവയോൺമെന്റൽ ത്രെട്ടും എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റിയും ആണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആ ഒരു നമ്മുടെ മാനേജറിയൽ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ എൻവയോൺമെന്റിനെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് ത്രെട്സ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് അവസരങ്ങളായിട്ടും ഭീഷണികളായിട്ടും വരുന്ന രണ്ട് കാര്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ആദ്യം ത്രെട്ട് എന്താണെന്ന് നോക്കാം. സോ എൻവയോൺമെന്റൽ ത്രെട്ട് എന്ന് പറയുന്നത് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ത്രെട്ട് ആണ് അല്ലെ. സോ നമ്മുടെ ഇപ്പൊ ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നു വരുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അതൊരു ചാലഞ്ച് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ത്രെട്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു സമയത്ത് ത്രെട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പവർഫുൾ ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇറോഷൻ ഓഫ് ദ കമ്പനീസ് പൊസിഷൻ അല്ലെ, കമ്പനി തന്നെ അവിടെ ഇല്ലാതായി പോകുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ നടന്നിരിക്കും. അതായത് നമ്മൾ ത്രെട്ട് കാര്യമായിട്ട് അനലൈസ് ചെയ്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. സോ അൺഫേവറബിൾ ആയിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും അതിനെ നമ്മൾ എൻവയോൺമെന്റൽ ത്രെട്ട് എന്നാണ് പറയുന്നത്. സോ എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ എൻവയോൺമെന്റൽ ത്രെട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇത് അൺഫേവറബിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കമ്പനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നതിനെയാണ് എൻവയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കരിയർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അപ്പൊ നല്ലൊരു അവസരമാണ്, നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റിയ ഒരു അവസരമാണ് എന്നൊക്കെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ കമ്പനിയുടെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കമ്പനിക്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ള കമ്പനീസിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ആയി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒപ്പമുള്ള കോമ്പറ്റേറ്റേഴ്സിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അവിടുന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ എൻവയോൺമെന്റിൽ ത്രെട്സും ഉണ്ട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇനി നമുക്ക് ടാക്സോണമീസ് ഓഫ് ദ എൻവയോൺമെന്റ് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറെ ടേംസ് വരുന്നുണ്ട്, നിങ്ങൾ ആദ്യം ആ ഒരു പിക്ചർ നോക്കിയാൽ മതി. അതായത് ഒരു NGO, ഇതിൽ നമ്മളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു NGO ഓർഗനൈസേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. ബിക്കോസ് നമ്മൾ പഠിക്കുന്നത് NGO ആണല്ലേ, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിന്റെ ഒരു ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു NGO എന്ന് പറയുമ്പോൾ ആ NGOന്റെ ചുറ്റും അടുത്തുള്ള എൻവയോൺമെന്റ് ആണ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന് മേലെയുള്ളത് ഒരു റിലവന്റ് എൻവയോൺമെന്റും അതിന് മേലെ മെഗാ എൻവയോൺമെന്റും അവിടെ വരുന്നുണ്ട്. സോ ഇങ്ങനെ പല രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ട്. സോ ആ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വരികയാണ്.
ദാറ്റ് ഈസ് മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ, ടോപ്പ് ഔട്ടർ മോസ്റ്റ് ആണ്. അതായത് ഏറ്റവും ആദ്യം, അതായത് നമ്മുടെ മെയിൻ ഓർഗനൈസേഷനിൽ നിന്ന് ഒരുപാട് അകലെ ആയിട്ടുള്ളതാണ് ഈ മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ദാറ്റ് ഈസ് ആ ഒരു മെഗാ എൻവയോൺമെന്റ് എല്ലാം മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റിനെയാണ് ഈ മെഗാ എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ആ റെലവെന്റ് മൈക്രോ എല്ലാം വരുന്നത്. സോ ആ ഒരു ഔട്ടർ ലെയറിനെ നമ്മൾ മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുന്നു. അതായത് ലോങ് ടേം ബേസിസിൽ ലോങ് ടേം ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനീനെ ബാധിക്കുന്നതൊക്കെ ഈ മെഗാ എൻവയോൺമെന്റിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ലോങ് ടേമിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കമ്പനിക്ക് വരികയാണെങ്കിൽ അതെല്ലാം ഏതിലാണ് പെടുന്നത്, ഈ ഒരു മെഗാ എൻവയോൺമെന്റിലാണ്. അതിന്റെ എക്സാമ്പിൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, എക്കണോമിക് എൻവയോൺമെന്റ് ഒക്കെ മെഗാ എൻവയോൺമെന്റ് ആണ് അല്ലെ. ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാൽ അത് നമ്മുടെ കമ്പനീനെ എങ്ങനെയാണ് ബാധിക്കുക, ഒരു ലോങ് ടേമിനാണ് അത് ബാധിക്കുക. സോ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മെഗാ എൻവയോൺമെന്റിലാണ് വരുന്നത്. ദെൻ മൈക്രോ എൻവയോൺമെന്റ് ആണ്. സോ ദാറ്റ് ഈസ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മെഗാ എൻവയോൺമെന്റിനെക്കാട്ടിലും ഉള്ളിലുള്ളത്, അതായത് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഈ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തന്നെ ബിസിനസ്സിൽ വരുത്തുന്നതാണ്. നമ്മുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, അതായത് ഒരു കമ്പനിയുടെ അടുത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് ഈ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. ദെൻ റെലവെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റെലവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്. അതായത് ഇപ്പൊ ഈ മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതില് നമുക്ക് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പല ഫാക്ടേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. സോ റെലവെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതില് നമുക്ക് പറ്റുന്നത് ഏതാ പറ്റാത്തത് ഏതാ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ആ ഒരു എൻവയോൺമെന്റ് ആണ് ഈ റെലവെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഒരു ത്രെറ്റ്സിൽ നിന്ന് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസിൽ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പോവാതെയും നമ്മളെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു റെലവെന്റ് എൻവയോൺമെന്റിലാണ്. ദാറ്റ് ഈസ് ആ റെലവെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അതിൽ നമുക്ക് ത്രെറ്റ്സും ഉണ്ടാവാം, ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവാം. പക്ഷെ ആ ത്രെറ്റ്സ് ഒരുപാട് നമ്മൾ എഫക്ട് ചെയ്യാതെയും, ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, പക്ഷെ എല്ലാം അങ്ങോട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലതൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണ് ഈ റെലവെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടാക്സോണമീസിൽ വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ മെഗാ എൻവയോൺമെന്റ് നാം പറഞ്ഞു അല്ലെ, ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് വരുന്ന ഫാക്ടേഴ്സ് വരുന്ന എൻവയോൺമെന്റ് ആണ് മെഗാ എൻവയോൺമെന്റ്. ഇതിനുള്ളിലാണ് നമ്മുടെ മൈക്രോവും റെലവെന്റ് എൻവയോൺമെന്റ് എല്ലാം വരുന്നത്. സോ നമുക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ളത്, റീജിയണൽ ലെവലിലുള്ളത്, ഇതൊക്കെ കുറച്ച് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ അതിൽ മേജർ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്കണോമിക് എൻവയോൺമെന്റ് ഉണ്ട്, പിന്നെ റെഗുലേറ്ററി അല്ലെ, നമ്മുടെ റൂൾസും റെഗുലേഷൻസും അങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഏതിലാണ് വരുന്നത്, ഈ മെഗാ എൻവയോൺമെന്റിലാണ് വരുന്നത്. സോ മെഗാ എൻവയോൺമെന്റ് നമ്മൾ പറഞ്ഞ പോലെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ തന്നെയാണ് മെഗാ എൻവയോൺമെന്റ് തരുന്നത്. ഇനി മൈക്രോ വേഴ്സസ് റെലവെന്റ് എൻവയോൺമെന്റിന്റെ ഒരു ഡിഫറൻസ് അല്ല, ജസ്റ്റ് അത് എന്താന്ന് നമുക്ക് നോക്കാം. സോ റെലവെന്റ് എൻവയോൺമെന്റ് ആദ്യം നോക്കാം. റെലവെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പോ പ്രോജക്റ്റോ ആ ഒരു NGO, നമ്മൾ NGOന്റെ ബേസിസിൽ നോക്കുകയാണ് കേട്ടോ. അതായത് NGOന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരാവാം, വേറെ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നവരാവാം, അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ NGO എന്ന് പറഞ്ഞാൽ എന്താ, സർവീസ് ചെയ്യുന്നവരാണ് അല്ലെ. സോ ആ സർവീസിൽ പല കാര്യങ്ങളും പെടാം. ഹോസ്പിറ്റൽ സർവീസ് ആവാം, അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് ആവാം, സ്കൂളിൽ അല്ലെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം, അങ്ങനെ പല രീതിയിലാവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതെല്ലാം വരുന്നത് ഏതിലാണ്, ഈ റെലവെന്റ് എൻവയോൺമെന്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏത് തരം പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവാം, പക്ഷെ ആ പല രീതിയിലുള്ള ഓർഗനൈസേഷനും ഒരു എന്താണ് സെയിം ആയിട്ടുള്ള ഈ ഒരു റെലവെന്റ് എൻവയോൺമെന്റ് കിട്ടണമെന്നില്ല. അതായത് ഇപ്പൊ നമ്മുടെ NGO എന്ന് പറയുന്നത് നമ്മളിപ്പോ എഡ്യൂക്കേഷണൽ ഫീൽഡിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതായത് പുവർ ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ്. മറ്റു ചില NGOs എന്തായിരിക്കും, ഈ ഹോസ്പിറ്റൽ കേസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പ് നടത്തുക, മെഡിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന NGOs ആണ്. അപ്പൊ രണ്ടുപേരുടെയും എയിംസ് വ്യത്യാസമുണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു റെലവെന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് അവരവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ത്രെറ്റ്സും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ആ ഒരു ഇത് ഈ റെലവെന്റ് എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യണം, എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ബിസിനസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ബിസിനസ് വി ആർ ഇൻ, അതുപോലെ തന്നെ വാട്ട് ബിസിനസ് വി വാണ്ട് ടു ബി ഇൻ, അല്ലെ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, ഇതെല്ലാം ആ ഒരു റെലവെന്റ് എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഒരു പറഞ്ഞ പോലെ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും തമ്മിലുള്ള സ്കോപ്പിനെ ലിമിറ്റ് ചെയ്യാനൊക്കെ ഈ റെലവെന്റ് എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് കഴിയുന്നത്. ഇനി മൈക്രോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ അടുത്തിട്ടുള്ള എൻവയോൺമെന്റ് ആണ്, അല്ലെ, അതായത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളത്, നമ്മുടെ കമ്പനിയായിട്ട് ക്ലോസ് ആയിട്ടുള്ളത്, അതായത് ഇൻഡസ്ട്രി എൻവയോൺമെന്റ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സോഫ്റ്റ് ഡ്രിങ്ക് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അത് കറക്റ്റ് ആയിട്ട് അത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താ, തുണികളുടെ ബിസിനസ്, ആ തുണിയുമായിട്ട് ബന്ധമുള്ള കാര്യം മാത്രമേ അവർക്ക് നോക്കേണ്ടതുള്ളൂ, വേറെ ഒരു കാര്യവും അവർ നോക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ അതൊരു മൈക്രോ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. പക്ഷെ റെലവെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ കറന്റ് ആയിട്ടുള്ള ഇപ്പൊ അത്രയും അടുത്ത എൻവയോൺമെന്റ് ആയതുകൊണ്ട് കറന്റ് ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു മൈക്രോ എൻവയോൺമെന്റിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവര്, നമ്മുടെ കസ്റ്റമേഴ്സ്, ഇങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ മൈക്രോ എൻവയോൺമെന്റിലാണ്. എന്താ വെച്ചാൽ ഇവരെല്ലാം നമ്മുടെ കമ്പനിയായിട്ട് ക്ലോസ് ആയി നിൽക്കുന്നവരാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒന്ന് മുടങ്ങിയാൽ അത് നമ്മുടെ കമ്പനീനെ പെട്ടെന്ന് തന്നെ എഫക്ട് ചെയ്യും. അതാണ് ഈ ഒരു റെലവെന്റ് എൻവയോൺമെന്റിന്റെ മൈക്രോ എൻവയോൺമെന്റിന്റെ വരുന്നത്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ഈ മൈക്രോ എൻവയോൺമെന്റിലെ കാര്യങ്ങൾ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ സപ്ലയേഴ്സ്, കോമ്പറ്റേറ്റേഴ്സ്, ഇവരൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്, അല്ലെ. ഇനി നമ്മൾ മെഗാ എൻവയോൺമെന്റിന്റെ ആ ഒരു ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ മെഗാ എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് കോൺസ്റ്റിറ്റ്വൻസ് എന്തൊക്കെയാണ്? റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ളത്, സോഷ്യൽ, ടെക്നോളജിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതിന്നെല്ലാം ഇത് മെഗാ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു ഇംപ്ലിക്കേഷൻസ്, അതായത് അതിന്റെ ഇമ്പാക്ട് ലോങ് ടേമിനായിരിക്കും നമ്മുടെ ആ ഒരു എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നത്. നമ്മൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് കേട്ടോ. അതായത് മെഗാ എൻവയോൺമെന്റിൽ പറഞ്ഞ ഓരോ ടെക്നോളജി, പൊളിറ്റിക്കൽ, അതെല്ലാം ഇനി ഡീറ്റെയിൽ ആയി നോക്കുകയാണ്. എളുപ്പമാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ. സോ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിന്റെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക അപ്ലിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് റിയാക്റ്റീവ് ആവാതെ ഓൺട്രപ്രന്യൂറിയൽ വേയിൽ നമ്മൾ അതിനെ തിങ്ക് ചെയ്യണം. അതായത് അതിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. അതായത് ഒരുപാട് ടെക്നോളജി വളർന്നു, എന്തെല്ലാമോ നമ്മൾ എടുത്ത് നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്തു, പക്ഷെ എന്താ ശരിക്കും നമുക്ക് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യാതെ കുറച്ച് ഓൺട്രപ്രനോറിയൽ വേയിൽ അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റീവ് വേയിൽ ചെയ്യാനാണ് ഈ ടെക്നോളജി എൻവയോൺമെന്റിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ എൻജിഒന്റെ ബേസിസിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ച് ടെക്നോളജി മിഷൻസ് അഡോപ്റ്റ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കുക, അതുപോലെ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുക, കുട്ടികളുടെ വാക്സിനേഷൻ, ചൈൽഡ് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഓയിൽ സീഡ് പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ടെലികോം സർവീസസ്, അല്ലെ, കമ്മ്യൂണിക്കേഷൻ സർവീസസ്, അവിടെയെല്ലാം ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എൻജിഒയിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിൽ, ആ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ടെക്നോളജിക്കൽ ആ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. സോ നമ്മൾ അതിനെ ഓവർ റിയാക്റ്റീവ് വേയിൽ നോക്കാതെ നമ്മൾ ഒരു ഓൺട്രപ്രന്യൂറിയൽ വേയിൽ നമ്മൾ നോക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതായത് എല്ലാ ടെക്നോളജീസും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പൊ സോ എന്തെങ്കിലും ഒരു റിസ്ക് വരികയാണെങ്കിൽ അത് എടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റീസും കൂടി നമുക്ക് വേണം. അതായത് നമ്മുടെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിലും അത് ഓവർകം ചെയ്ത് സർവൈവ് ചെയ്ത് വളരാനായിട്ടുള്ള ഒരു കഴിവ് ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് പണ്ട് ഈ ബനാന ട്രീ, അതായത് ഫൈബറിൽ നിന്ന് ഈ നൂലെടുത്തിട്ട് ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തിയിരുന്നു. അതായത് ഈ തുണി നെയ്യാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അത് ചെയ്തിരുന്നു. സോ അതില് ടെക്നോളജിയുടെ ആ ഒരു യൂസ്, അതായത് അതിനുശേഷം ആദ്യം നമ്മൾ മാനുവൽ ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം ടെക്നോളജി ആ ഒരു ഫീൽഡിലൊക്കെ വന്നു. പക്ഷെ ഈ ഒരു കമ്പനി ആ ടെക്നോളജിയുടെ ഹെൽപ്പ് ഒന്നും ചെയ്യാതെ പിന്നെയും മാനുവൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ആ ഒരു ഫൈബർ പിന്നെയും, അതായത് എത്രയാണെങ്കിലും നമുക്ക് ടെക്നോളജിയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാതിരുന്നാൽ അത് ഫെയിലിയർ ആയിട്ട്, അപ്പൊ ആ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തന്നെ അവിടെ ഒരു ഫെയിലിയർ ആയിട്ട്, അതായത് ആ ഒരു മോഡേണൈസേഷൻ ഒന്നും ചെയ്യാതെ പുതിയ ടെക്നോളജീസ് ഒന്നും കൊണ്ടുവരാതെ
ആ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് അവിടെ ഇല്ലാതായി പോയ ഒരു ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. അതുപോലെ തന്നെ അതിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? മിനിമം ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടും, അതായത് ഇപ്പൊ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, അതായത് ഒരുപാട് എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ അല്ലെ, പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുത്താതെ നല്ല രീതിയിൽ അഡോപ്റ്റ് ചെയ്ത് ഓവർ റിയാക്റ്റീവ് ആവാതെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വേണ്ട സമയത്ത് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ എടുത്ത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ടെക്നോളജി എൻവയോൺമെന്റ് കഴിഞ്ഞു. ഇനി സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി അല്ലെ, നമ്മുടെ സൊസൈറ്റിയിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത്. ടെക്നോളജി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ എൻവയോൺമെന്റ്. സോഷ്യൽ എൻവയോൺമെന്റിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിക്കേഷൻസിൽ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇൻ സോഷ്യൽ എൻവയോൺമെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡീമോഗ്രാഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഓക്കെ, പോപ്പുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏജ്, അങ്ങനെയുള്ള ആ ഒരു ജെൻഡർ, നമ്മുടെ ആൾക്കാർ, നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ ഏജ്, ജെൻഡർ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലിറ്ററസി റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ പേസ് ഓഫ് അർബനൈസേഷനും അതുപോലെ അതിന്റെ ഇമ്പാക്ട്, എത്രത്തോളം അർബനൈസേഷൻ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, അതിന്റെ വളർച്ച, ആ നിരക്ക് എത്രയാണ്, അങ്ങനെയുള്ളതും. പിന്നെ ലിറ്ററസി ലെവൽസ്, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി, ഹെൽത്ത് അല്ലെ, എത്ര വയസ്സ് വരെ ഓരോരുത്തർ ജീവിക്കുന്നുണ്ട്. അതിലിപ്പോ ലൈഫ് എക്സ്പെക്ടൻസി പറയുമ്പോൾ പിന്നെ ഓരോ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഉണ്ട്. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, ഫീമെയിൽ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെയുള്ള ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, പല ആൾക്കും പല രീതിയിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഒരേപോലെയുള്ള ഇൻകം ആയിരിക്കില്ല. അതേപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, എക്സ്പെക്ടേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ വരുന്നത്. സോഷ്യൽ എൻവയോൺമെന്റിൽ നമ്മുടെ ഒരു JRD ടാറ്റ ഒരു വാണിംഗ് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അല്ലെ. സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും NGO എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി NGOs സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അവർക്ക്. സൊസൈറ്റിക്ക് നല്ല രീതിയിൽ, സൊസൈറ്റിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മോഡിഫൈ ചെയ്ത് സൊസൈറ്റിയുടെ ഡിമാൻഡ്സിനെ മാച്ച് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷൻ. JRD ടാറ്റ പറഞ്ഞത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യണം. നമ്മൾ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബ്ലാക്ക് മണി, ബ്രൈബ്, അതുപോലെ തന്നെ ആ ഒരു ടാക്സ് ഇവേഷൻ, അങ്ങനെയുള്ള ആ ഒരു നല്ലതല്ലാത്ത രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ, അതിനെയാണ് യോഗ്യൻ സ്റ്റേബിൾസ് എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു അനീതി പോലെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ എത്തിക്കൽ ആയിട്ട് എല്ലാ കമ്പനീസും ബിഹേവ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് അത്, നമ്മുടെ പബ്ലിക് ഔട്ട്റേജ് അവിടെ ഉണ്ടാകുക, അതായത് ലോകം മുഴുവൻ നശിച്ചു പോകുന്ന പോലെയുള്ള ഒരു ഫോമിലേക്ക് എത്തും എന്നുള്ള ഒരു വാർണിംഗ് നമ്മുടെ JRD ടാറ്റ കൊടുത്തിട്ടുണ്ട്. അതായത് സോഷ്യൽ എൻവയോൺമെന്റ് എത്രത്തോളം ഒരു കമ്പനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് സോഷ്യൽ വാല്യൂസ് ഒക്കെ ഉണ്ട് അല്ലെ നമുക്ക്. അതായത് ആ ഒരു നമ്മുടെ കമ്പനീസിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് സൊസൈറ്റിയുടെ ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് അവര് എന്തെങ്കിലും സൊസൈറ്റിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ കമ്പനിയും ചെയ്യേണ്ടത്. അല്ലാതെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഡീഗ്രഡേഷൻ നടക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രഷേഴ്സ്, നമ്മുടെ എത്തിക്കൽ അപ്പൊ നമുക്ക് അൺഎത്തിക്കൽ ആയിട്ട് നമ്മൾ എപ്പോഴാണ് ബിഹേവ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും പ്രഷർ വരുമ്പോഴാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ ശരിയായ വഴി പറ്റിയില്ലെങ്കിൽ അപ്പോഴാണ് അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുക. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ളത്, അതായത് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം വരിക, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രഷേഴ്സ് വരിക, അങ്ങനെയുള്ള പ്രഷേഴ്സ് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഏതൊരു ഓർഗനൈസേഷനും അൺഎത്തിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് തെറ്റിക്കാനുള്ള ഒരു കാര്യം അവിടെയാണ് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെ അല്ലാതെ നല്ല രീതിയിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിരുന്നാൽ മാത്രമേ നമ്മുടെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതാണ് പറയുന്നത്. അതായത് സോഷ്യൽ എൻവയോൺമെന്റിൽ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ആണ്, നമ്മുടെ പോപ്പുലേഷൻ ഇന്ന് കൂടി വരികയാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പീപ്പിൾസിന്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അവരുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ലിറ്ററസി ലെവൽസ്, അവരുടെ ഏജ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾക്ക് ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും ആയിട്ടും എല്ലാം വരാം. നമ്മുടെ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള കസ്റ്റമേഴ്സിൽ വരുന്ന ചേഞ്ച്, ചിലപ്പോൾ ഒരു സമയത്ത് കുറെ യങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും, പെട്ടെന്ന് അവിടെ മൊത്തം കുറച്ച് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ളവർ അവിടെ കൂടി, യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്കൊക്കെ പോയാൽ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് വരാം. അതൊക്കെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അതായത് ഇന്ന് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്.
സോ ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സൊസൈറ്റി വളർന്നു വരുന്നതിലൂടെ ഈ യോഗ സെന്റേഴ്സ്, ഹെൽത്ത് പാർലേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റീനെ മനസ്സിലാക്കി നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് ത്രെഡ്സ് എല്ലാം ഓവർകം ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് ഇപ്പൊ അത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ കൂടുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി യോഗ സെന്റേഴ്സ് അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ കൂടും. സോ അത് നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരിക്കലും നമ്മൾ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നമ്മുടെ സൊസൈറ്റീനെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എത്തിക്കൽ ആയിട്ട് മാത്രമേ നമ്മൾ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് നോക്കാം. സോ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലേ, അതായത് എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുമ്പോൾ നോക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ GDP, ഗ്രോത്ത് റേറ്റ്, അതുപോലെ തന്നെ മണി സപ്ലൈ അല്ലെ, ആ ബാലൻസ് ഓഫ് ട്രേഡ്, ഇതൊക്കെ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഹോൾസെയിൽ പ്രൈസ്, റീറ്റെയിൽ പ്രൈസ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം, ഇതെല്ലാം നമ്മുടെ ഈ ഒരു എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നത്. ഇനി പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, പൊളിറ്റിക്സ് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനീസിനെ. സോ അത് എക്കണോമിക് ഫാക്ടേഴ്സുമായിട്ടും ലിങ്ക്ഡ് ആണ്. അതായത് പൊളിറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചേഞ്ചസ് വരും. ഇപ്പൊ നമ്മള് വാർ ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ, ഇന്നിപ്പോ നമുക്ക് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് എങ്ങനെയൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നത്, എക്കണോമിനെ നന്നായി ബാധിക്കുന്നുണ്ട്. കുറെ പ്രോഡക്ട്സ് വരാതായി, നമ്മളെ ഗ്യാസ് ഇല്ല അല്ലെ, പെട്രോൾ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള ഗ്യാസും പെട്രോളും മാത്രമല്ല ഒരുപാട് പ്രോഡക്ട്സ് കുറവാണ്. നമുക്ക് അറിയാണ്ടാണ് ഷിപ്പിംഗ് ഒക്കെ ശരിയായി നടക്കാത്ത കൊണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടിനൊക്കെ അത് ബാധിച്ചു. സോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കുറച്ച് ലിങ്ക്ഡ് ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് നമ്മുടെ ഡെമോക്രാറ്റിക് പോളിസീസ്, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്നുണ്ട്. സോ ആ ഒരു റെഗുലേറ്ററി, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനി ശ്രമിക്കാം. സോ ഇത് മെഗാ എൻവയോൺമെന്റിന്റെ ആണ് നമ്മൾ ഏകദേശം ഇത്ര നേരം പറഞ്ഞത്. ഇനി നമ്മുടെ മൈക്രോ എൻവയോൺമെന്റിന്റെ കോൺസ്റ്റൻസ് ആണ് ഈ ഒരു സെക്ടറൽ ഡിമാൻഡ്, അതുപോലെ സ്കിൽഡ് മാൻ പവർ, സർവീസ് ടൈപ്സ്, സർവീസ് പ്രൊവൈഡർ, കോമ്പറ്റീറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെഗുലേറ്ററി പ്രൊവിഷൻസ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്. സെക്ടറൽ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സെക്ടേഴ്സ് ആണ് കേട്ടോ. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രി സെക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അതിനെയാണ് ഈ സെക്ടറൽ ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ആ ഓരോ സെക്ടേഴ്സിന് വരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ സെക്ടറൽ റിലേഷൻസ്, ക്ലൈമറ്റ്. സോ ഇതെല്ലാം മൈക്രോ എൻവയോൺമെന്റ്, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, റെഗുലേറ്ററി, നമ്മുടെ ഉള്ളിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതൊക്കെയാണ് സ്കിൽഡ് മാൻ പവർ എന്നൊക്കെ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലയേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് ഡയറക്ട്ലി നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം നമ്മുടെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഏകദേശം എൻവയോൺമെന്റും ഏതൊക്കെ തരം എൻവയോൺമെന്റ്, അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ഇമ്പാക്ട്, നമ്മൾ ത്രെഡ്സ് എന്താ, ഓപ്പർച്യൂണിറ്റീസ് എന്താന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിന്റെ ഇമ്പാക്ട് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ത്രെഡ് മെട്രിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു അല്ലെ, അതിന് കുറച്ച് മെട്രിക്സസ് ഉണ്ട്. സോ ആദ്യം നമുക്ക് ത്രെഡ് മെട്രിക്സ് നോക്കാം. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. സോ ആ ഒരു ത്രെഡ് മെട്രിക്സ് എന്തെന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനീനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിന്റെ ആ ത്രെഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഒരു 4 ബോക്സ് കണ്ടില്ലേ, 4 സെല്ല് എന്നാണ് ഇതിനെ പറയുന്നത്. അതിൽ ഏതിൽ വരും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ഓരോന്നിലും അത് പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അതിനെ റാങ്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ നോക്കൂ, മേജർ ത്രെഡ് ആണ്. അതായത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹൈ പ്രോബബിലിറ്റിയും ഹൈ സീരിയസ്നെസ്സും ഉണ്ട്. അതായത് ഹൈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ആണ്. അതായത് തെറ്റായ രീതിയിൽ ഒരു ത്രെട്ട്, അത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടക്കാനുള്ള ചാൻസ് പറയില്ല, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയാം. ആ ഹൈ സീരിയസ്നെസ്, അതായത് അത് നടന്നു കഴിഞ്ഞാൽ അവിടെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവും സംഭവിക്കും. സോ അങ്ങനെ ഹൈ ആയിട്ടുള്ള പ്രോബബിലിറ്റിയും ഹൈ ആയിട്ടുള്ള സീരിയസ്നെസ്സും വരുമ്പോൾ അവിടെ അത് മേജർ ത്രെട്ടായിട്ട് മാറുകയാണ്. അതൊരിക്കലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ആ ഒരു നമ്മളൊരു ഫാക്ടർ അനലൈസ് ചെയ്ത്, നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടാവാം. അതിൽ ആ ഫാക്ടറിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിന്റെ അങ്ങനെ നടക്കാനുള്ള ചാൻസ് എന്താണ്, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഈ 4 ബോക്സിൽ എവിടെ വരുന്നു നമ്മൾ നോക്കിയിട്ട് പ്ലേസ് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ മൈനർ ത്രെട്ടാണ് നമുക്ക് വേണ്ടത്. അതായത് 4ാമത്തെ ബോക്സ് കണ്ടില്ലേ, അതാണ് ഏറ്റവും മൈനർ ത്രെട്ട്. അവിടെ ചാൻസും കുറവാണ്, സീരിയസ്നെസ്സും ഇല്ല.
ആ ഒരു മൈനർ ത്രെട്ടിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം, കമ്പനിയിൽ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് ഒരിക്കലും ദോഷം ചെയ്യുന്നില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് മോഡറേറ്റ് ത്രെട്ട് ആണ്. അതായത് പ്രോബബിലിറ്റി ചാൻസ് കുറവാണ്, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സീരിയസ്നെസ്, അതായത് നമ്മൾ പറയില്ല അങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ ഇനി അഥവാ ഇൻ കേസ് സംഭവിച്ചാൽ അതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വരുന്നതൊക്കെ ഈ മോഡറേറ്റിൽ വരും. ഇനി മോഡറേറ്റ് ത്രെട്ട് തന്നെ മൂന്നാമത്തെ ഒരു മോഡറേറ്റ് ത്രെട്ട്, അതായത് പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് നല്ലോണം ഉണ്ട്, പക്ഷെ ഇനി അത് സംഭവിച്ചാലും വലിയ പ്രശ്നവും ഇല്ല, അങ്ങനെ വരുന്നതാണ് ഈ മോഡറേറ്റ് ത്രെട്ട്. സോ ഇതൊക്കെ ഓരോരോ ഫാക്ടറാണ്. ആ ഫാക്ടർ സംഭവിച്ചാൽ നമുക്ക് എത്രത്തോളം പ്രശ്നം വരും, പ്രശ്നം വരില്ല, അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഈ 4 ബോക്സിലായിട്ട് 4 സെല്ലിലായിട്ട് അതെല്ലാം പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് മൈനർ ത്രെട്ടിൽ വരുന്ന ആ ഒരു ഇൻസിഡന്റ് മാത്രമാണ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി മേജർ ആയിട്ടുള്ള ത്രെട്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞ പോലെ വാരിയസ് ത്രെട്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ. അതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു അലുമിനിയം പ്ലാന്റിന് ഇലക്ട്രിസിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ ഒരു ഇലക്ട്രിക് അവൈലബിലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അതിലെ പല പ്രോസസ്സും നടക്കില്ല. അങ്ങനെ നടക്കാതിരുന്നാൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് ആ ഒരു കമ്പനീനെ കൊണ്ടുപോകും. അതായത് ആ അലുമിനിയത്തിന്റെ പല രീതിയിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ഉരുക്കുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് അത് വലിയ നഷ്ടമാണ്. അതായത് ഇലക്ട്രിക് കോസ്റ്റും ഒരുപാടാവും, പക്ഷെ ആ ഒരു പ്രൊഡക്ട്സിനെ അത് ബാധിക്കും. അങ്ങനെയുള്ള വലിയൊരു ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. സോ ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ ബേസ് ചെയ്തിട്ട് ഇവര് ആ ഒരു അതിന്റെ ത്രെട്സ് മെഷർ ചെയ്തിട്ട് ആ ഒരു സെൽ 1ൽ വന്ന ത്രെട്ട്, അതായത് ഇവര് കണ്ടുപിടിച്ച ത്രെട്ടാണ് ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം. അത് സെൽ 1ൽ വന്ന ത്രെട്ടാണ്. അതായത് സെൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ ത്രെട്ട് ആണ് അല്ലെ, അതായത് മേജർ ത്രെട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ മേജർ ത്രെട്ട് ആയിട്ട് വന്നതിന് അവർ എന്ത് ചെയ്തു, അതിനെ മാറ്റി ആ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുകയാണ്. അതായത് ലൊക്കേഷൻ മാറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് അവർ എത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ത്രെട്ടിന്റെ മെട്രിക്സ്. ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റിയുടെ മെട്രിക്സ് നോക്കാം. സോ ത്രെട്ട് പോലെ തന്നെ ഓപ്പർച്യൂണിറ്റിക്കും ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. സോ ആദ്യം വരുന്നത് ഹൈ പ്രോബബിലിറ്റി ആണ്. അത് വെരി അട്രാക്റ്റീവ് ആണ്. അതായത് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്, നടന്നാൽ തന്നെ അത് നമുക്ക് നല്ല ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ അത്രയും നല്ലൊരു ബെനിഫിറ്റും ആണ്. അങ്ങനെ വരുന്നതാണ് ഈ വെരി അട്രാക്റ്റീവ്. ഇനി മോഡറേറ്റ്ലി അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നടക്കാൻ വലിയ ചാൻസ് ഇല്ല, പക്ഷെ നടന്നാൽ നല്ലതാണ് അങ്ങനെ പറയുന്നത്. പിന്നെ മോഡറേറ്റീവ് അട്രാക്റ്റീവിൽ വരുന്ന വേറൊന്ന്, ചാൻസ് ഒക്കെ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്, പക്ഷെ നടന്നു കഴിഞ്ഞാലും വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നത് മോഡറേറ്റ്ലി അട്രാക്റ്റീവ് ആയിട്ടുള്ള തേർഡ് പൊസിഷനിൽ വരുന്നത്. ഇനി ലീസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാനും ചാൻസ് ഇല്ല, ഇനി അഥവാ നടന്നാൽ തന്നെ വലിയ ഉപകാരവും ഇല്ല, അങ്ങനെ വരുന്നത് ലീസ്റ്റ് അട്രാക്റ്റീവ്. സോ ഇതിൽ നമ്മൾ ത്രെട്ട് അനലൈസ് ചെയ്ത പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഈ 4 സെല്ലിൽ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ആ വെരി അട്രാക്റ്റീവിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് കമ്പനിക്ക് ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സോ നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താ, ആ ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ്, അതായത് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നില്ലേ, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണോ ആവശ്യം, അത് ആ ഒരു ആവശ്യം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് അതിനുണ്ടാവണം. അപ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷൻ സക്സസിൽ എത്തുന്നത്. ഇനി ഇമ്പാക്ട് മെട്രിക്സ് ആൻഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ 2 മെട്രിക്സസ് ഉണ്ടല്ലോ, അതിന്റെ ബേസിസിൽ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഡ് ചെയ്യാൻ പോലെയുള്ള ഒരു മെട്രിക്സ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് സ്കെയിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ +1 +2 0 +-1 -2 അങ്ങനെ മാർക്ക് ചെയ്യുമല്ലോ, അതാണ്. +2 എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ഫേവറബിൾ ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ 2 മാർക്ക് കൊടുക്കുന്നുണ്ട്. 1 മോഡറേറ്റ്ലി ഫേവറബിൾ ആണ്, നോ ഇമ്പാക്ട് ഉള്ളതിന് 0, പിന്നെ മോഡറേറ്റ്ലി അൺഫേവറബിൾ ആകുമ്പോൾ -1, എക്സ്ട്രീംലി അൺഫേവറബിൾ ആകുമ്പോൾ -2. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺസോളിഡേറ്റഡ് വ്യൂ കിട്ടാൻ, അതായത് നേരത്തെ പറഞ്ഞ 2 മെട്രിക്സിന്റെയും ഒരു കൺസോളിഡേറ്റഡ് വ്യൂ കിട്ടാനായിട്ട് ഈ ഒരു ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. സോ അതിലൊരു എക്സാമ്പിൾ ആണ്, അതായത് ഏത് ട്രെൻഡ് ആണ് നല്ലത്. അതായത് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഓരോ ഫാക്ടർ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ആദ്യത്തെ ഫാക്ടറിന് പ്രോബബിലിറ്റി ചിലപ്പോൾ ഹൈ ആയിരിക്കാം, ലോ ആയിരിക്കാം, അതായത് നടക്കാനുള്ള ചാൻസ്. സോ അതിന്റെ സ്ട്രാറ്റജി, നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വെരി അട്രാക്റ്റീവ് ആണെങ്കിൽ നമുക്കത് എക്സ്ട്രീംലി ഫേവറബിൾ ആയിട്ടുള്ള +2 മാർക്ക് കൊടുക്കാം. സോ അങ്ങനെ നമ്മൾ ഒരു കൺസോളിഡേറ്റഡ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു ഇമ്പാക്ട് മെട്രിക്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കൺസോളിഡേറ്റഡ് ഫോമിൽ അറേഞ്ച് ചെയ്യാം. സോ നമ്മുടെ
ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യും വേണം, അത് ഓവർകം ചെയ്ത് ആ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് നല്ല രീതിയിൽ എടുത്ത് അത് ഓവർകം ചെയ്യാനുള്ള കഴിവും ഒരു ഓർഗനൈസേഷന് വേണം. അങ്ങനെ ചെയ്യാതെ മാത്രമേ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. സോ ഇത് ഏകദേശം ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിന്റെ ആ ഒരു ത്രെറ്റ്സും ഓപ്പർച്യൂണിറ്റി ഇമ്പാക്റ്റും മെട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പെസ്റ്റൽ ഫ്രെയിംവർക്ക് ആണ്, അതായത് സെക്കൻഡ് പാർട്ടിൽ ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് തരാം. സോ ഈ ഒരു പാർട്ട് 1 പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ യൂണിറ്റ് 2 നമുക്ക് ഇനി പെസ്റ്റൽ ഫ്രെയിംവർക്കും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു യൂണിറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.